ഇടത് സർക്കാരിനെ വെട്ടിലാക്കിയ നിരവധി സമരങ്ങൾ ഉയർന്നുവന്ന ഒരു വർഷക്കാലമാണ് കടന്നുപോയത്. ജിഷ്ണുവിന്റെ മരണം, ലോ അക്കാദമി, സ്വാശ്രയ ഫീസ് വർധന തുടങ്ങി നിരവധി വിഷയങ്ങളിൽ സർക്കാരിന് സമരങ്ങൾ നേരിടേണ്ടി വന്നു. സമരങ്ങളിലൂടെ ഉന്നയിക്കപ്പെട്ട പല ആവശ്യങ്ങൾക്കു നേരെയും സർക്കാർ കണ്ണടച്ചത് പ്രതിഷേധം ആളിക്കത്തിക്കാൻ ഇടയാക്കി. പ്രതിപക്ഷത്തിന്റെ സമരത്തിനപ്പുറം വിദ്യാർത്ഥികളും അവഗണിക്കപ്പെട്ട കുടുംബങ്ങളും നടത്തിയ സമരങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം ആളിക്കത്തിയത്. ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരെ കുറച്ച് വിദ്യാർത്ഥികൾ തുടങ്ങിയ പ്രതിഷേധമാണ് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയ ലോ അക്കാദമി സമരം. വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന പ്രിൻസിപ്പലിന്റെ രാജി ആവശ്യത്തിലാണ് സമരം തുടങ്ങിയതെങ്കിലും സർക്കാരിനെ പറ്റിച്ച് ഭൂമി സ്വന്തമാക്കിയ മാനേജ്മെന്റിന്റെ മുഖം പിന്നാലെ പുറത്തു വന്നു. ഇതോടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ സമരം ഏറ്റെടുത്തു. വലിയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചെങ്കിലും അക്കാദമിയുടെ പക്കലുള്ള സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന റവന്യൂ സെക്രട്ടറിയുടെ ശുപാർശ സർക്കാർ ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. ജിഷ്ണുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും ആരോപണമുയർന്നു. നീതി തേടി DGP ഓഫീസിന് മുന്നിൽ സമരം നടത്താനെത്തിയ ജിഷ്ണുവിന്റെ അമ്മയ്ക്കെതിരായ പോലീസ് നടപടി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി. ജിഷ്ണുവിന്റെ അമ്മയെ കാണില്ലെന്ന പിണറായി വിജയന്റെ നിലപാട് വലിയ തോതിൽ വിമർശനത്തിനിടയാക്കി. ജിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ മഹിജയുടെ വീട്ടിലെത്തി അവരോട് ഒരു സ്നേഹഭാവത്തിൽ സംസാരിച്ചിരുന്നുവെങ്കിലൊക്കെ ഒഴിവാക്കാമായിരുന്ന ഒന്നാണ് മഹിജയും മഹിജ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിലെ മഹിജയ്ക്കുണ്ടായ അനുഭവങ്ങൾ. അക്രമം നടത്തിയ പോലീസുകാർക്കെതിരെ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന പിണറായി വിജയന്റെ വാക്കുകൾ ഇതുവരെയും നടപ്പിലായിട്ടില്ല എന്നത് മറ്റൊരു വസ്തുത. സ്വാശ്രയ ഫീസ് ഉയർത്തിയതിനെതിരെ പ്രതിപക്ഷവും വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധം നടത്തിയെങ്കിലും സർക്കാർ കുലുങ്ങിയില്ല. പ്രതിപക്ഷ സമ്മർദ്ദത്തെ തുടർന്ന് ഫീസ് നിരക്ക് കുറയ്ക്കാൻ മാനേജ്മെന്റുകൾ തയ്യാറായെങ്കിലും പിണറായിയുടെ കർശന നിലപാടിനെ തുടർന്ന് ഒടുവിൽ അവർ അതിൽ നിന്ന് പിൻവാങ്ങി. കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ PG ഫീസ് കൂട്ടിയതിനെതിരായ വലിയ പ്രതിഷേധവും വരും നാളുകളിൽ സർക്കാരിന് നേരിടേണ്ടി വന്നേക്കും. മീഡിയ 1 തിരുവനന്തപുരം.